ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് 24ാമത്തെ നോമ്പാണല്ലേ. അപ്പോൾ ഇന്നത്തെ നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് മീൻ വാങ്ങാനാണ് കേട്ടോ. ഈ നോമ്പായതുകൊണ്ട് മീൻ വാങ്ങൽ കുറവാണ്. ഇടയ്ക്ക് ഈ ചിക്കനും ബീഫൊക്കെ ആയിട്ടേ അപ്പോൾ മീനിന് വല്ലാത്ത പൂതി. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. അതുപോലെ എനിക്ക് തേങ്ങാച്ചോറിനും നല്ല പൂതിയാണ് കേട്ടോ. അപ്പോൾ ഉമ്മാനോട് ഞാൻ കുറേ ദിവസമായി പറച്ചിൽ തുടത്തിയിട്ട് നമുക്ക് തേങ്ങാച്ചോറും മീനും ഉണ്ടാക്കുകയല്ലേ. മീൻ പറഞ്ഞാൽ ഈ കഷ്ണം മീനില്ലേ, ചൂതാ മീൻ, അതായത് ചൂര എന്ന് പറയും ആ മീനിന് കേട്ടോ. എല്ലാവരും ചിക്കനൊക്കെ ആയിട്ടാക്കാരം ഉണ്ടാക്കല്ലേ. ഞങ്ങളിങ്ങനെ വെക്കാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് തേങ്ങാച്ചോറും കഷ്ണം മീനും. മീനൊക്കെ വാങ്ങിയതാ ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ മീനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാനിതാ വലിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതാ പച്ചമുളകും അതിലേക്ക് കീറിയിടുന്നുണ്ട്. ഇനി തക്കാളിയും കൂടെ നുറുക്കിയെടുക്കട്ടെ. അപ്പോൾ നമ്മൾ മീൻ വരട്ടിയെടുക്കണം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ തേങ്ങാച്ചോർക്ക് നല്ല ടേസ്റ്റ് ആവും. അപ്പോൾ ഇതാ തക്കാളി നുറുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും തേങ്ങാച്ചോറിനുള്ള അരിയൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചോറൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കട്ടെ. അപ്പോൾ മീൻ വെക്കുന്നതും അതുപോലെ തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നതും ഞാൻ ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ തേങ്ങാച്ചോറ് വെക്കുന്നതൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ്. അപ്പോൾ നമ്മുടെ മീൻ വരട്ടി ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തേങ്ങാച്ചോറും പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ മീനും തേങ്ങാച്ചോറൊക്കെ ആയിട്ടുണ്ട്. ഇനി ഫ്രൂട്ട്സും കൂടെ കട്ട് ചെയ്ത് വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അത് തന്നെയാണ് പൈനാപ്പിളിൻ്റെ തൊലിയാണ് കേട്ടോ ചെത്തുന്നത്. ഇന്ന് നമ്മൾ എണ്ണക്കട ഐറ്റംസ് ഒന്നും ഉണ്ടാക്കണില്ല കേട്ടോ. അതുപോലെ റാഗി ഡ്രിങ്ക് അതും ഉണ്ടാക്കണില്ല. പിന്നെ അതുപോലെ ജ്യൂസ് അതിനൊക്കെ പകരം ലൈമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കാത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൂതിപ്പെട്ട് തേങ്ങാച്ചോറൊക്കെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാലും നമുക്ക് ഒന്നിനും പൂതി ഉണ്ടാവില്ല. അപ്പോൾ അതാണ് കേട്ടോ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയത്. നോമ്പ് തുറക്കണ സമയത്ത് നമ്മൾ ജ്യൂസും എണ്ണക്കടി പിന്നെ അതുപോലെ റാഗി ഡ്രിങ്ക് അങ്ങനത്തെ ഐറ്റംസ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും വയ്ക്കൂല അല്ലേ. കുഴങ്ങിയിട്ടലൊക്കെ ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് എങ്ങനെയാണ്? എനിക്കത് പിന്നെ ഒന്നും കഴിക്കാൻ വേണ്ടി വരില്ല. എല്ലാവർക്കും അങ്ങനെ തന്നെ ആവില്ലേ. അപ്പോൾ നമ്മളെ വർത്താനത്തിൻ്റെ ഇടയിൽ കൂടി പൈനാപ്പിൾ കട്ട് ചെയ്യൽ കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഇനി വത്തക്കയാണ് കട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഇനി ഇതും കൂടി കട്ട് ചെയ്ത് വെക്കട്ടെ. എനിക്ക് നോമ്പ് തുറക്കണ സമയത്തേ വത്തക്ക വേണം കേട്ടോ. വത്തക്ക നിർബന്ധമാണ്. വേറെ എന്തില്ലേലും വേണ്ടില്ല, വത്തക്ക വേണം. അതില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. ഇനി മൂസമ്പിയും കൂടെ കട്ട് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മളുടെ ഫ്രൂട്ട്സ് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും ലൈമും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നോമ്പ് തുറക്കാനുള്ള സമയം ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞാനിതാ ടേബിളിൽ കൂടെ ഫ്രൂട്ട്സും പിന്നെ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നോമ്പ് തുറന്ന് കഴിഞ്ഞതിന് ശേഷം കാണാം. അപ്പോൾ നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇതാ ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോറിക്ക് ഇതാ മീൻ വരട്ടിയതും തൈരുണ്ട്, അതായത് ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ള തൈരുണ്ട്, പിന്നെ അതുപോലെ പപ്പടം, പിന്നെ നല്ല കട്ടൻ ചായ കേട്ടോ. അപ്പോൾ ഇനി ഞാനിതാ കഴിക്കട്ടെ. തേങ്ങാച്ചോറും മീൻ വരട്ടിയതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ അത്യാവശ്യത്തിന് നന്നായിട്ട് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആരൊക്കെയാണ് ഇങ്ങനെ തേങ്ങാച്ചോറും മീൻ വരട്ടിയതൊക്കെ കഴിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. ഇനി കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബായ്.